2024 ME1 ജൂലൈ 10 ഭൂമിയിലെത്തും. ഭൂമിയുടെ സമീപത്തേക്ക് ഭീമാകാരമായ ഒരു ചിഹ്നഗ്രഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിഭാസത്തെ ഇപ്പോൾ കൗതുകപൂർവ്വം നിരീക്ഷിക്കാൻ കാത്തിരിക്കുക തന്നെയാണ് ശാസ്ത്രലോകം. മണിക്കൂറിൽ 30,204 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തിന് ഏകദേശം 86.76 അടി വ്യാസമുണ്ട് എന്നാണ് അനുമാനം. എന്ന് വെച്ചാൽ ഏകദേശം 8 നിലകളുള്ള ഒരു കെട്ടിടത്തിന് തുല്യമായ വലിപ്പം. 2024 ME1 എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന് ശാസ്ത്രലോകം ഇട്ടിരിക്കുന്ന പേര്. ജൂലൈ 10 യൂണിവേഴ്സൽ സമയം 14:51 2024 ME1 ഭൂമിയോട് ഏറ്റവും അടുത്ത് എത്തിച്ചേരുന്നത്. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 4.35 ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും അപ്പോൾ ഈ ഭീമൻ ചിഹ്നഗ്രഹം സ്ഥിതി ചെയ്യുക. ജ്യോതിശാസ്ത്ര വിദഗ്ധരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ചിഹ്നഗ്രഹത്തിന്റെ ഭൂമിയോടുള്ള അടുത്ത ഭാഗം ഇവിടെ നിന്ന് 4.31 ദശലക്ഷം കിലോമീറ്റർ ദൂരത്തിലും ഏറ്റവും അകലെയുള്ള ഭാഗം 4.39 ദശലക്ഷം കിലോമീറ്റർ അകലെയും ആയിരിക്കും. ഭൂമിക്കും ചന്ദ്രനും ഇടയിലെ അകലത്തിന്റെ ഏതാണ്ട് 11 മടങ്ങാണ് ഈ ദൂരം. ഈ സമയം സെക്കൻഡിൽ 8.39 കിലോമീറ്റർ എന്ന വേഗത്തിലായിരിക്കും ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം. അതായത് മണിക്കൂറിൽ 30,204 കിലോമീറ്റർ. സുരക്ഷിതമായ അകലമായതുകൊണ്ട് മറ്റ് ആശങ്കകളൊന്നും ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് തൽക്കാലമില്ല. ഭൂമിയോട് ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന അമോർ എന്ന ചിഹ്നഗ്രഹ വിഭാഗത്തിലാണ് ഇപ്പോഴത്തെ 2024 ME1 ഉൾപ്പെടുന്നത്. എന്നാൽ ഇവയുടെ ഭ്രമണപഥം ഭൂമിയുടെ ഭ്രമണപഥത്തെ മുറിച്ചു കടക്കുന്നില്ല. ജൂലൈ 10 ശേഷം പിന്നീട് 2024 ഡിസംബർ 9 ഇത്തരത്തിലൊരു ചിഹ്നഗ്രഹം ഭൂമിക്ക് സമീപത്ത് എത്തുക. അന്ന് ഭൂമിയിൽ നിന്ന് 68.67 ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കും ഇതെത്തുക. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്. ഭൂമിയിലെ ഒരു നഗരത്തോളം വലുപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിന് ഉണ്ടാവുകയുള്ളൂ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണാൻ സാധിക്കുക. ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാൻ സാധിക്കും. ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും. ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയൻ തുൻകസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിനുദാഹരണമാണ്. 2 മെഗാടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻകസ്ക വനപ്രദേശത്തെ 2150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ 8 കോടിയോളം മരങ്ങൾ നിലംപരിശായി. സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെ എത്തി. അതേസമയം ഭാവിയിൽ ചിഹ്നഗ്രഹങ്ങൾ ഇങ്ങനെ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും അവയെ പ്രതിരോധിക്കാൻ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കണമെന്നും അതിനുവേണ്ടി ലോകം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ഇക്കഴിഞ്ഞ ദിവസം ISRO ചെയർമാൻ ഡോക്ടർ R സോമനാഥ് പറഞ്ഞിരുന്നു. 9942 അപ്പോഫിസ് ചിഹ്നഗ്രഹം 2029 ഏപ്രിൽ 13 ഭൂമിക്ക് വളരെ അടുത്തൂടെ കടന്നു പോകാനിരിക്കെയാണ് ISRO ചെയർമാന്റെ ഈ വാക്കുകൾ. 2036 ഇതേ ചിഹ്നഗ്രഹം വീണ്ടും ഭൂമിക്ക് അടുത്തെത്തും എന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണക്കുകൂട്ടൽ. 70 മുതൽ 80 വർഷമാണ് നമ്മുടെയൊക്കെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. അതിനാൽ നമ്മുടെ ജീവിത കാലയളവിൽ ഇത്തരമൊരു ദുരന്തത്തിന് നമ്മൾ സാധ്യത കാണുന്നില്ല എന്ന് കരുതി ചിഹ്നഗ്രഹങ്ങളെ നിസ്സാരമായി കാണാനാവില്ല. പ്രപഞ്ചത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടി സർവ്വസാധാരണമാണ്. ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് വളരെ അടുത്തെത്തുന്നതും കൂട്ടിയിടിച്ച് വലിയ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. വ്യാഴത്തിൽ ഷൂമേക്കർ ലെവി എന്ന വാൽ നക്ഷത്രം ഇടിച്ചിട്ടുണ്ട്. അത്തരമൊരു സംഭവം ഭൂമിയിൽ ഉണ്ടായാൽ അത് വലിയൊരു വംശനാശത്തിന് കാരണമാകും. ഇതൊക്കെ തള്ളിക്കളയാനാവാത്ത സാധ്യതകളാണ്. ഇത്തരം വെല്ലുവിളികളെ പ്രതിരോധിക്കണം എന്നതാണ്, അതിന് സജ്ജമാകേണ്ടതുണ്ട് എന്നതാണ് ISRO ചെയർമാൻ പറയുന്നത്. ചിഹ്നഗ്രഹം പതിക്കുന്ന സംഭവം ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ. മനുഷ്യകുലവും എല്ലാ ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടണം. ചിലപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് തടയാനായേക്കില്ല. എങ്കിലും ഭൂമിയിലേക്ക് വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള സാങ്കേതിക വിദ്യകൾ അത് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം ശ്രമങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. എന്നാൽ ശാസ്ത്രീയമായ പ്രവചനവും സാങ്കേതിക വിദ്യകളും ഭാരമേറിയ ഉപകരണങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ നമ്മൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഭാവിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ ആവശ്യമായി വരും. ഭൂമിക്ക് ഭീഷണിയാവുന്ന ചിഹ്നഗ്രഹങ്ങളെ നേരിടാനുള്ള പരിശ്രമങ്ങളിൽ ലോകം ഒറ്റക്കെട്ടായി നിൽക്കണം. ISRO എപ്പോഴും അതിന്റെ ഭാഗമായിരിക്കും എന്ന് തന്നെയാണ് R സോമനാഥ് വ്യക്തമാക്കിയത്. എന്തായാലും ജൂലൈ 10 വേണ്ടി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകവും. അതുപോലെ ചിഹ്നഗ്രഹത്തിന്റെ വരവ് എങ്ങനെയായിരിക്കും എന്ന ആകാംക്ഷയിൽ കഴിയുന്ന ശാസ്ത്ര കുതുകികളായവരും. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.